നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് നമുക്ക് പേഴ്സൻ്റെ ലവ് മെസ്സേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിത് 2 ഡെക്കും ഷഫിൾ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി ലാസ്റ്റ് ടൈം നല്ലോണം ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 2ൽ നിന്നും ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കാം. സോ ദാറ്റ് ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓ വാവ്, ഈ ഒരു വാക്ക് ഞാൻ മുമ്പൊന്നും കേട്ടിട്ട് പോലുമില്ല. എനിക്കിത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സോൾമേറ്റ് എന്നൊരു കാര്യം, അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, അതൊരു സത്യമാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു സോൾമേറ്റ് ആയിട്ട്, എൻ്റെ ഒരു ട്രൂ പാർട്ട്ണറായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നീയാണ്. സോൾമേറ്റ് എന്നൊരു വാക്ക് അങ്ങനെ അത് മാത്രമല്ല, അതിലും കൂടുതൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ഈ കണക്ഷൻ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്നേഹം എനിക്കുമുണ്ട്. ഒരു സോൾമേറ്റ് എന്ന രീതിക്ക് ഞാൻ നിന്നെയാണ് കാണുന്നത്. നീയുമായിട്ട് ഞാനൊരു ഫാമിലി ആഗ്രഹിക്കുന്നു. എനിക്ക് സാധിക്കുമെങ്കിൽ ഒരു മാരേജ്, ഒരു വിവാഹം ചെയ്ത് നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബമായിട്ട്, കുട്ടികളും ഫാമിലി എന്ന രീതിയിൽ ഞാൻ അങ്ങനെ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കങ്ങനെ വേണം എന്നൊരുപാട് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക? നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. എനിക്കിതെല്ലാം തുറന്ന് നിന്നോട് സംസാരിക്കണം. കുറേ ആയി നമ്മൾ കണ്ടിട്ട്. എനിക്കൊന്ന് കാണണമെന്ന ആഗ്രഹമുണ്ട്. നേരിട്ട് കാണണം. നമുക്കൊരു കോഫി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒന്നിരുന്ന് നമുക്ക് മീറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് സംസാരിക്കാം. എനിക്ക് ആഗ്രഹമുണ്ട് കാണാൻ. പക്ഷേ എനിക്കറിയാം ഞാൻ നിന്നെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. എനിക്കെന്താ വേണ്ടത് എന്ന് എനിക്ക് തുറന്നു പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് കയറി വരും. നിന്നെ കാണുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കയറി വരും, ഇമോഷൻസ് കയറി വരും. പക്ഷെ അത് ഞാൻ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് തോന്നിയേക്കാം എനിക്ക് ഫീലിങ്സേ ഇല്ല, എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ല, താല്പര്യമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവാം. ഞാൻ തന്നെ കൺഫ്യൂസ്ഡാണ്. എനിക്ക് അറിയുന്നില്ല. എനിക്ക് വേണം എന്നെൻ്റെ മനസ്സൊരു ഭാഗത്ത് പറയുമ്പോൾ എനിക്ക് പക്ഷെ അത് പുറമേ കാണിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എൻ്റെ ഇമോഷൻസ് എനിക്ക് തുറന്നു പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരുപാട് സ്നേഹമുണ്ട് എനിക്ക് നിന്നോട്. എൻ്റെ കൂടെ അല്ലെങ്കിൽ പോലും, ഞാൻ ദൂരെ ആണെങ്കിൽ പോലും, നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ 24 മണിക്കൂറും എൻ്റെ മനസ്സിൽ നീയാണ്. അത്രയും ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിൻ്റെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം, നിൻ്റെ അടുത്തേക്ക് വരണം, സംസാരിക്കണം. ഒരുപാട് ഞാൻ അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹം തുറന്നു പറയണം എന്നെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും എനിക്കറിയാം. ഞാൻ പലപ്പോഴും സംസാരിക്കാൻ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പല കാര്യങ്ങളിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കും. പല ചിന്തകൾ കയറി വരും എൻ്റെ മനസ്സിൽ. എൻ്റെ ലൈഫ്, നിൻ്റെ ലൈഫ്, കാര്യങ്ങൾ പലതുമുണ്ട്. ഒരുപാട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ആയാൽ, എല്ലാം സെറ്റായാൽ ശരിക്കും നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ പോരാത്തതിന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പലതും ഹാൻഡിൽ ചെയ്യാനുണ്ട്. എനിക്കെല്ലാം കൂടി ചില സമയത്ത് ഞാൻ വല്ലാതെ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവുകയാണ്. ആ സമയത്ത് എൻ്റെ പേടികൾ, എൻ്റെ മനസ്സിൽ
പേടികളൊക്കെ കയറി വരുമ്പോൾ എനിക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നിനക്കൊരു പ്രതീക്ഷ തന്നിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമം എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറയാൻ വരുന്നത് പോലും ഞാൻ വീണ്ടും പുറകോട്ടാവുകയാണ്. ഞാനൊരു കാർമിക് റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുകയാണ്. എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ, എൻ്റെ ലൈഫിലുള്ള വ്യക്തികൾ, ചില കാർമികമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതെല്ലാം എനിക്ക് ലെറ്റ് ഗോ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ നിന്നെല്ലാം മാറി പുറത്തു വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാൻ ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ്. പക്ഷെ ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണാറുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടാറുണ്ട്, പകൽക്കിനാവുകൾ കാണാറുണ്ട്. ഞാനിങ്ങനെ എപ്പോൾ ഏത് സമയവും എൻ്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും അതിൻ്റെയൊക്കെ പുറകിൽ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എനിക്ക് വെറുതെ ഇരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്, ആലോചിച്ച് കൂട്ടാറുണ്ട് പലതും. പക്ഷേ എനിക്ക് അടുക്കും തോറും എനിക്ക് പേടി കൂടാണ്. അടുക്കും തോറും എനിക്ക് പേടിയാണ്. അടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു പേടിയാണ്. ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നീ എന്നെ വിട്ടു പോയാലോ, അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൻ്റെ അടുത്തത് എന്താണ്, നെക്സ്റ്റ് എന്താണ്, നമ്മൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളിലേക്കും പോയാലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരല്പം അടുപ്പം വരുമ്പോഴേക്കും ഞാൻ വീണ്ടും അവിടുന്ന് ഓടി മാറുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഒഴിഞ്ഞു മാറുന്നതും ഓടി അകലുന്നതും അത് ഈ ഒരു പേടി കൊണ്ടാണ്. ഞാൻ ശരിക്കും ചില സമയത്ത് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഡിപ്രഷനിൽ എനിക്ക് പോകുന്ന പോലെ തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ തനിച്ചായി പോകാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഒരുപാട് ജീവിതത്തിനെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്നറിയാത്ത രീതിയിൽ പലപ്പോഴും ഞാൻ തകർന്നു പോകാറുണ്ട്. ആ സമയത്തൊക്കെ നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ അതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എനിക്കൊരു ഹോപ്പ് തരുന്നത് നീയാണ്. നീ പ്രതീക്ഷ കൈവിടരുത്. എൻ്റെ മേലെ ഒരല്പം സമയം എനിക്ക് തരൂ. എന്നിലൊരല്പം വിശ്വാസം വയ്ക്കൂ. എനിക്ക് നിന്നെ വേണം. നമ്മൾ തമ്മിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു മാറ്റം വരുത്താൻ ഞാൻ ശ്രമിക്കാം. ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. കാരണം എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് നീയാണ്. എൻ്റെ ലൈഫിലെ ഒരു ചെറിയൊരു പ്രകാശം നീയാണ്. നമ്മൾ തമ്മിൽ കാര്യങ്ങൾ ശരിയാവും, എല്ലാം ശരിയാവും. കുറച്ച് സമയം വേണ്ടി വരും. ഞാൻ ഹീലാവണം. എൻ്റെ ഉള്ളിലെ പേടികൾ ഹീലാവാനുണ്ട്. എൻ്റെ സിറ്റുവേഷൻസ് മാറാനുണ്ട്. അതിന് വേണ്ടത് ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം. പക്ഷെ അതിനെല്ലാം സമയം വേണം. കുറച്ച് ക്ഷമയോടെ നീ കാത്തിരിക്കൂ. എനിക്ക് സ്നേഹമില്ല എന്നൊരിക്കലും കരുതരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹം എന്ന വല്ലതും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. ഏറ്റവും അധികം മേ ബി എൻ്റെ ലൈഫിൽ ആരൊക്കെ വന്നു പോയാലും ശരി, എന്ത് വന്നു പോയാലും ശരി, പക്ഷെ നിന്നെപ്പോലെ വേറൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല. നമ്മൾ തമ്മിൽ എത്രയും വേഗം കാണാൻ ശ്രമിക്കാം. കുറച്ച് സമയം വേണം. പക്ഷെ എനിക്ക് ഒരല്പം ഞാനൊന്ന് ഹീലാവാനുണ്ട്. ചിലപ്പോൾ നീയും ഹീലാവാനുണ്ടാവാം. എൻ്റെ ഉള്ളിൽ ആ ഒരു പേടി എടുത്തു മാറ്റൂ. ഞാൻ പുറമെ എന്ത് കാണിച്ചാലും ശരി, എനിക്ക് സ്നേഹം നിന്നോട് തന്നെയാണ്. ആ ഒരു വിശ്വാസം നീ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള ഫീലിങ്സ് ജെനുവിനാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ജെനുവിനാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ അവരുടെ പേടികൾ ട്രിഗർ ആവുകയാണ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് ട്രിഗർ ആവുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഇത് മെയിൻലി നമ്മൾ ഈ റീഡിങ് കാണുന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ആവുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത് ട്രിഗർ ആവും. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ
അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് ട്രിഗർ ആവും. അതായത് എന്നെ ആർക്കും സ്നേഹിക്കാൻ സാധിക്കില്ല, ഞാൻ പോരാ, ഞാൻ പലതും എനിക്ക് കുറവുകളുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കും. ഇത് നോർമലാണ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു ഡൈനാമിക്സ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ അവർക്കും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹം കൂടുതൽ വരും, അങ്ങനെ കൂടുതലാവുമ്പോൾ ഓക്കെ അവരതിൽ പേടിച്ചിട്ട് അവരോടും. ഓക്കെ, അവർക്ക് അങ്ങനെ, കാരണം അവരുടെ ലൈഫിനെ അത് മാറ്റേണ്ട അവസ്ഥകളിലേക്ക് എത്തിക്കും. അവർ പല ചേഞ്ചസും അവരുടെ ലൈഫിൽ വരുത്തേണ്ടി വരും. സോ അത് പേടിച്ചിട്ട് അവർ മാറി നിൽക്കും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളപ്പോൾ ആ പേഴ്സൺ പോവോ എന്ന് പേടിച്ച് നിങ്ങൾ അവരെ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് ഈ റണ്ണർ ചേസർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പേരുടെ ഭാഗത്തും രണ്ട് തരം പേടികളും കാര്യങ്ങളും ആയിരിക്കും, രണ്ട് തരം ഫിയേഴ്സും കാര്യങ്ങളും ആയിരിക്കും. ഒരാൾ അങ്ങോട്ട് ഒരുപാട് കൊടുക്കും. ഓക്കെ, ആ കൊടുക്കും തോറും അത് മറ്റേ വ്യക്തിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കത് കിട്ടും തോറും അവരുള്ളിൽ അത് പേടിയാണ്. ഓക്കെ, ഇത് പിന്നെ എന്താകും, എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും സംഭവിച്ചാലോ, വിട്ടുപോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാര്യങ്ങളിൽ അറിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ പല 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 അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് പേടി, ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രീഡം പോവും. ഓക്കെ, എൻ്റെ ലൈഫ് ഞാൻ മാറ്റേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പേടികൾ. സോ പല തരത്തിലായിരിക്കും. ഓക്കെ, സോ അങ്ങനെ രണ്ട് പേരുടെ ഭാഗത്തും ഓരോ ട്രിഗേഴ്സ് വരും. അങ്ങനെ ആ യൂണിവേഴ്സ് ആ ട്രിഗേഴ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരല്പം അകന്ന് നിന്ന്, ശരിക്കും പറഞ്ഞാൽ അകറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഹീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് വരാനും, അതായത് നിങ്ങൾക്ക് ആ പേഴ്സൺ ഓടിപ്പോയാലും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തില്ലെങ്കിലും ദൂരെ ആണെങ്കിലും എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ സ്നേഹം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങളവരെ ട്രസ്റ്റ് വെച്ച്, നിങ്ങൾക്കവരെ ആ വിശ്വാസം വെച്ച് നിങ്ങൾക്കവരെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അൺകണ്ടീഷണലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർക്കും ചില ലെസൺസ് ഉണ്ട്, അവരും പഠിക്കാനുണ്ട്. അൺകണ്ടീഷണൽ ലവ് എന്താണ് എന്ന് അവരും പഠിക്കാനുണ്ട്. ഓക്കെ, അവരും മനസ്സിലാക്കാനുണ്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കണം, നമ്മൾ കൊടുക്കൽ വാങ്ങലുണ്ട്, അത് അവരും പഠിക്കാനുണ്ട്. സോ രണ്ടുപേരുടെ ഭാഗത്തും ചില ലെസൺസ് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എനിവേ, ഇവിടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. നമുക്ക് വന്ന കാർഡ്സൊക്കെ പോസിറ്റീവാണ്. നെഗറ്റീവ് കാർഡ്സ് ഒരുപാടുണ്ട് കേട്ടോ, നിങ്ങളത് വിചാരിക്കുന്ന. ഓക്കെ, ഇവിടെ ലോയൽറ്റി എന്ന് ഇവിടെ ഉണ്ട്, ട്രസ്റ്റിങ്. നിങ്ങൾക്ക് പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് ലാസ്റ്റ് കാർഡ് നമുക്ക്. ഓക്കെ, സോ ക്യാമറ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും യെസ്, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ലേശം അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലം അങ്ങനെ തന്നെ വിട്ടേക്കാം. ഓക്കെ, എല്ലാം ഒന്ന് ഹീലാവട്ടെ. നിങ്ങളെ സെൽഫ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. അവരും ചില കാര്യങ്ങൾ അവർ പഠിക്കില്ല. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിവേ, നിങ്ങൾ ചോദിച്ച ഒരു റീഡിങ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നമസ്കാരം.